ഹായ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഫാമിലി ട്യൂബ്. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് ചെറിയൊരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് ജീവിതത്തിൽ എന്തൊരു പ്രശ്നമുള്ളവരും, അതായത് ഭയങ്കരമായ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരും ഉണ്ടെങ്കിൽ എന്താ പറയുക, സോഷ്യൽ മീഡിയ വഴിയും വീഡിയോസ് വഴിയും ഒക്കെ പ്രശ്നങ്ങൾ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. മാത്രമല്ല നമ്മളെ കൂടെ, അതായത് നമ്മളെ കൂടെ പഠിക്കുന്ന ആയിക്കോട്ടെ, നമ്മളെ നെയ്ബേഴ്സ് അല്ലെങ്കിൽ കസിൻസ് ഒക്കെ ആയിക്കോട്ടെ, എല്ലാവരോടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കുക. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതെങ്ങനെ പറഞ്ഞുകൊണ്ടേ നിൽക്കുക, എന്നിട്ട് അതിലൊരു ആശ്വാസം കണ്ടെത്തുക. പക്ഷെ നമ്മളെ പ്രശ്നങ്ങളൊക്കെ അവർ കേട്ടിരിക്കുമായിരിക്കും, പക്ഷെ അതിനുള്ള സൊല്യൂഷൻ ആർക്കും തരാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രശ്നങ്ങൾ പറയുന്നത് നമ്മളെ കൂടുതൽ വേദനിപ്പിക്കുകയും ചെയ്യും. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഓരോ പ്രശ്നം നമ്മൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, അത് നമ്മളെ ബോഡിക്കും നമ്മളെ മൈൻഡിനും എല്ലാം കൊണ്ട് നമുക്ക് പ്രശ്നങ്ങളെ വരുള്ളൂ. അതുകൊണ്ട് തന്നെ അതിനുള്ള ഒരു സൊല്യൂഷനുമായിട്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വന്നത്. അതായത് നിങ്ങൾ ഏതൊരു വിശ്വാസി ആയിക്കോട്ടെ, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, ആരും ആയിക്കോട്ടെ, നിങ്ങൾ എന്താണ്, നിങ്ങൾ ദൈവത്തിന് നല്ല രീതിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. അതായത് നിങ്ങൾക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ ദൈവമായിട്ട്, അതായത് അള്ളാഹുമായിട്ട് പ്രാർത്ഥിച്ച് ആ ഒരു എന്താ പറയുക, നിങ്ങൾ എല്ലാ പ്രശ്നവും തുറന്ന് പറയുന്ന രീതിയിൽ നിങ്ങൾ നല്ലൊരു കണക്ഷൻ നിങ്ങളെ ദൈവമായിട്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ ഉറപ്പായിട്ട് നിങ്ങളെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. നിങ്ങളെ പ്രശ്നങ്ങളും എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്ന ഒരു സമയം നിങ്ങൾ കണ്ടെത്തുക. ഇതൊന്നും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങൾ എന്തൊരു പ്രശ്നം അനുഭവിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളെ ദൈവത്തിനോട് ആത്മാർത്ഥമായി ഒന്ന് പ്രാർത്ഥിച്ചു നോക്കി. അതിൻ്റെ ഒരു സുഖം, അതിൻ്റെ ഒരു എന്താ പറയുക ആശ്വാസം മറ്റൊന്നിലും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്തോളം എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു, നിങ്ങൾ എന്താഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്തൊരു പ്രശ്നത്തിലാണെന്നുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ സൊല്യൂഷനും ദൈവങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ ചിലരുണ്ടാവും, ഞാൻ പറഞ്ഞിട്ടൊന്നും ദൈവം കേൾക്കുന്നില്ല, ഞാൻ പ്രശ്നത്തിലായിട്ട് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ആരോട് പറഞ്ഞിട്ടും അതിനുള്ള സൊല്യൂഷൻ എനിക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, എന്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതായത് നമ്മൾ ഇന്നൊരു കാര്യം പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയുടെ സൊല്യൂഷന് വേണ്ടിയിട്ട് നമ്മളൊരു ക്ഷമയോട് കൂടി കാത്തിരിക്കുക. ദൈവം നിങ്ങൾക്ക് സാധിപ്പിച്ച് തരൂ എന്നുള്ളതിൽ നിങ്ങൾ അതിയായി വിശ്വസിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാര്യത്തിൽ നമുക്ക് അതിയായ വിശ്വാസം ഉണ്ടായിരിക്കുക. അതായത് എൻ്റെ ദൈവം എനിക്കത് സാധിപ്പിച്ച് തരും എന്നുള്ള അതിയായ വിശ്വാസവും കോൺഫിഡൻസും നമുക്ക് ഉണ്ടായിരിക്കുക. അത് ദൈവമായിട്ടുള്ള ആ ഒരു കണക്ഷൻ വന്നവർക്ക് മാത്രമേ ആ ഒരു വിശ്വാസം ഉണ്ടാവുള്ളൂ. ഇനി നിങ്ങളുടെ ദൈവവുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മറ്റുള്ള ദൈവം പഠിച്ചിട്ട ജനങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ള ശരിയായ സൊല്യൂഷൻ, നമുക്ക് സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടൂല. അത് മനുഷ്യന്മാർ തരുന്നത് വേറെന്തിന്റെ അടിസ്ഥാനത്തിലോ അല്ലെങ്കിൽ സഹതാപത്തിന്റെ അടിസ്ഥാനത്തിലോ ആയിരിക്കും. ദൈവം അങ്ങനല്ല, നമ്മളോട് കരുണയോട് കൂടി തരുന്ന, അതായത് ഒരു പെറ്റിട്ട മക്കളോടുള്ള സ്നേഹം പോലെയാണ് നമ്മളോടുള്ള സ്നേഹം ദൈവത്തിനെന്ന് പറയുന്നത്. അതാണ് നമ്മുടെ സൃഷ്ടാവ്. അതായത് അള്ളാഹുവിന് നമ്മളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ എന്ത് തെറ്റ് ചെയ്താലും നമുക്ക് മാപ്പ് തരുന്ന കരുണാനിധിയും കാരുണ്യവാനുമായ നമ്മുടെ പഠിച്ചവനോട് നമ്മൾ പ്രാർത്ഥിക്കുക, വിശ്വാസം അർപ്പിക്കുക, നല്ലൊരു പഠിച്ചവനുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. അതിലൂടെ നിങ്ങൾക്ക് ഒരു പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള സൊല്യൂഷൻ നിങ്ങളെ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കും. ഞാൻ എൻ്റെ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യാണ്, നിങ്ങളൊന്ന് ട്രൈ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.